സ്നേഹവാത്സല്യത്തിൻ സാന്ത്വന സ്വരൂപമേ, നിർമായ രൂപ ആരൂപ സ്വരൂപമേ, നിന്നിൽ ഞാൻ നിത്യം ലയിക്കുന്നു സാന്ദ്രമായി. ഗുരു സ്വരൂപമേ, നിർവികാര സ്വരൂപമേ, സ്നേഹവാത്സല്യത്തിൻ സാന്ത്വന സ്വരൂപമേ. ബ്രഹ്മമുഖരിത ഗുരു സ്വരൂപമേ, കർമ്മ നിർമ്മിത അചിന്ത്യ സ്വരൂപമേ, ബ്രഹ്മകൽപിത പ്രതിഭാസമേ, നിന്നിൽ ഞാൻ നിത്യം ലയിക്കുന്നു സാന്ദ്രമായി. ഗുരു സ്വരൂപമേ, നിർവികാര സ്വരൂപമേ, സ്നേഹവാത്സല്യത്തിൻ സാന്ത്വന സ്വരൂപമേ. നമ്മൾ അനേക കാലങ്ങളായി ജീവിച്ചു വന്ന ഒരു രീതിയാണ്. ആ രീതി എന്ന് പറയുന്നത് വിശ്വാസം ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ. വിശ്വസിച്ച വക എല്ലാം നമ്മുടെ ജീവനിലൊട്ടി നിൽപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല. അതെങ്ങനെ നമ്മളിൽ നിന്ന് കളയും? ആ കാര്യം നമ്മളോട് ആരും പറഞ്ഞു തരാറില്ല. അപ്പൊ ഇതെങ്ങനെ കളയും എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ തെളിവ് നമുക്ക് പറയാനും കഴിയും. എന്താണ് ഗീതാകാരനായ കൃഷ്ണൻ പറഞ്ഞത്? സകലതും നീ എന്നിൽ സമർപ്പിച്ചാലേ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം ഞാൻ നീയും രണ്ടായിട്ട് നിന്നും കൊണ്ടോ അല്ലെങ്കിൽ വേറെ പലതായിട്ട് നിന്നുകൊണ്ടോ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല എനിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായെന്ന് അറിയുന്നില്ല. അപ്പൊ അന്ന് വരെ വന്നിട്ടുള്ള ദേവ, ഋഷി, സന്യാസി, ജ്ഞാനി, ഭക്തൻ, കർമ്മി, ഇവര് ചെയ്തതല്ല കൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് തെളിവാണ്. കൃഷ്ണൻ ആരെയും ഭജിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. അതെന്താണ് എന്ന് ചോദിച്ചാൽ ജന്മനാ ജ്ഞാനം പകർന്നു കിട്ടിയ ഒരു ജീവനാണ്. അത് അതിനു മുൻപ് തന്നെ പല വിധത്തിൽ തെളിവ് നമുക്ക് കംസനെ കൊണ്ടും മറ്റു ചില കഥാവിശേഷങ്ങൾ കൊണ്ടും തെളിഞ്ഞിരിക്കണം. എന്താണ് കംസനോട് പറഞ്ഞു? നീ മുകളിലോട്ട് നോക്കി മുഗൾ ചക്രവർത്തിമാര് ഭരിച്ചതുപോലെ നീ ഭരിക്കരുത്, കീഴോട്ട് നോക്കൂ. കീഴെന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും കർമ്മഗതി അതെന്താണെന്ന് കണ്ടിട്ട് നീ ഭരിച്ചോളൂ. ഇത് കംസൻ അതുവരയ്ക്കും മനസ്സിലായിരുന്ന ഒരു കാര്യം ദേവനും ദേവിയും സകലതുമാണ്. ആ ദേവൻ എവിടെ അണയുന്നു അത് മതി എനിക്ക് എന്നൊരു ധാരണ അത് നമ്മുടെ എല്ലാവരുടെയും അത് വിശേഷിച്ചും പ്രത്യക്ഷപ്പെട്ട് കാണുക. അപ്പൊ അതുകൊണ്ട് കംസൻ എങ്ങനെ വിചാരിച്ചത്?
ഒരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് മറ്റു താന്ത്രിക വഴിയിലോ ഈ ന്യായ വഴിയിലും അത് പറയുന്നില്ല. ജ്ഞാന വഴിയിലേ ഇത് പറയുന്നുള്ളൂ. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് സകലതും ഇല്ലാത്തതാണെന്ന് അദ്വൈതം പറഞ്ഞ് സ്ഥാപിക്കുന്ന പോലെ സ്ഥാപിച്ചാലാവില്ല. ഇത് നമുക്ക് മനസ്സിലായി. അപ്പൊ അദ്വൈത സിദ്ധാന്തം പറഞ്ഞിട്ട് അത് സ്ഥാപിച്ചാലാകില്ല എന്നാണ് സത്യം. അതിന് കാരണം നമ്മൾ അദ്വൈതവാദിയല്ല. അഥവാ ഒരു അദ്വൈതത്തിന് മാത്രം മുതിർന്ന ഒരു ജീവനെന്ന് വിചാരിക്കുക. ആ ആളിന് മാത്രം മോചിക്കാനല്ലേ കഴിയും? നമുക്കെന്ത് ചെയ്യണം? അത് സാധ്യമല്ല. പിന്നെ നമ്മളെ ഏതെങ്കിലും ദേവനെയും ദേവിയെയും ഋഷിയൊക്കെ പ്രത്യക്ഷപ്പെടുത്തി പഠിച്ച ഒരു കർമ്മം, അത് അതിന് മാത്രം അണങ്ങി എനിക്കേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് പോകില്ലല്ലോ. അപ്പൊ ഇതല്ല ജ്ഞാന സമ്പ്രദായം. ഏതെല്ലാം തരത്തിലുള്ള ജ്ഞാന പ്രകാശമുണ്ടോ അതിന് ഇതങ്ങനെ ആ ഒരു ഗുരുമാർഗത്തിൽ കടന്നില്ലെങ്കിൽ അനേക കുഴപ്പങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഒന്ന്, ഇപ്പൊ ശ്രീകൃഷ്ണനാണ് അതിന് ഏറ്റവും തെളിവ്. ശ്രീകൃഷ്ണൻ അങ്ങ് കടന്നു പോകാൻ പ്രാപ്തമായ ഒരു മഹാനാണ്. പക്ഷെ എന്തു വെച്ച് എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിക്കുമ്പോഴേ കലി ഇങ്ങനെ ആരംഭിച്ചില്ല. കലി ആരംഭിക്കാത്തത് കൊണ്ട് ഇപ്പൊ പെട്ടുപെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാം. 1000 കൊല്ലം, 2000 കൊല്ലം, 4000 കൊല്ലം, 5000 കൊല്ലം പറയുന്നതല്ല യുഗധർമ്മം. യുഗത്തിന്റെ ധർമ്മം നമ്മളെ സംബന്ധിച്ച് ഈ ഏറ്റവും കുറഞ്ഞ ഒരു കാലമാണ് കലി. ആ കലി 4,30,000 വർഷം. ഇതിനെ എങ്ങനെ നമ്മൾ മാറ്റിക്കളയും? അന്ന് ഇതാരംഭിക്കുന്നതിന് മുൻപ് ദോപുരം കഴിഞ്ഞാൽ ദോപുരത്തിന്റെ ത്രൈതായുഗത്തിന്റെയും അല്ലെങ്കിൽ കലിയുടെയുമായിട്ട് അകലൻ അത്രയും കാലം തന്നെ ഓരോ യുഗത്തിന്റെ കാലത്തോളം ഇതിന് അകലം ഉണ്ടാകാം. അത് പൂർണ്ണമായിട്ട് എത്തിയില്ലെങ്കിൽ ആ സ്ഥാനം ദൈവം ഈ ജീവന് കൊടുക്കില്ല. ദേവനും ദേവിയും ഒന്നുമല്ല. അങ്ങനെയുള്ള സ്ഥാനം ഈ ജീവന് കൊടുത്തില്ലാത്ത പക്ഷം ജീവനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതാൾക്ക് മനസ്സിലാകുന്നതേ ഇല്ല. ബാക്കി പല സിദ്ധി മാർഗങ്ങളും സിദ്ധാന്ത മാർഗങ്ങളും ഒക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവർ പറഞ്ഞെന്ന് വെച്ചാൽ ആളില്ല. ഇതിനെ തെളിവ് ശ്രീശങ്കരൻ അദ്വൈതം പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്വൈതം ശരിയുമാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, ഒരിക്കലും തെറ്റല്ല. അങ്ങനെ ഒരവസ്ഥ നമ്മുടെ മനസ്സെത്തി, മനസ്സും ഈ അന്തരീക്ഷത്തിൽ ഇന്നോളം വന്ന് കുരുത്ത് വളർന്ന് നശിച്ച വകകളല്ല. ഇതിന്റെ എല്ലാം ഒരു രൂപം അന്തരീക്ഷത്തിലുണ്ട്. ഈ ഭൂമിയുടെ രൂപം അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് പോലെ ആ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെയും രൂപം അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ ഈ ഭൂമിക്ക് ചുറ്റും നിൽക്കുന്ന ആകാശം പോലെ, അല്ലെങ്കിൽ ചന്ദ്രനെ ചുറ്റും നിൽക്കുന്ന ആകാശം പോലെ, അങ്ങനെ ഈ ഒരു സൗരയുഗത്തിന് ചുറ്റും നിൽക്കുന്ന ആകാശം പോലെ ഇത് കടത്തി വിടുന്നതാണ് ഗുരുമാർഗം. അല്ലാതെ ഇത് എവിടെയെങ്കിലും കടത്തി നിർത്തിയിരുന്ന അവിടെ നിൽക്കുക. ഇതെല്ലാം നിങ്ങളോട് ഒരു വാക്കിലോ 2 വാക്കിലോ ഒരു കൊല്ലമോ 10 കൊല്ലമോ പറഞ്ഞ് നിങ്ങൾക്കത് എടുക്കാൻ കഴിയില്ല. നമ്മുടെ ആരുടെയും കുറ്റമല്ല, കഴിഞ്ഞുപോയവരുടെയും കുറ്റമല്ല. എന്താണ് ഇങ്ങനെ ഒരാൾ എത്തി നിന്നിട്ട് ആ കർമ്മത്തിൽ നമ്മൾ തികച്ചും ആ ആളെ പൂർണ്ണമായിട്ട് പ്രാപിക്കണം. അത് നമുക്ക് എങ്ങനെ കഴിയും? ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ആ ആളെ എങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കും അല്ലെങ്കിൽ പ്രാപിക്കും? ഇത് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നു. ഏതെങ്കിലും ത്രേതായുഗത്തിന്റെ ഗോപുരത്തെങ്കിലെ ഉള്ള ഒരു അവധാനങ്ങളെ സൂക്ഷിച്ച് പഠിച്ച് ഇതിന്റെ എല്ലാ തരത്തിലുള്ള പ്രകാശധാരകളും നമുക്ക് കുറയും. പക്ഷെ ഇത് കലിയുഗത്തെങ്കിലേക്ക് കടക്കാതെ പോയാൽ ഇത് അവിടെ നിൽക്കും. ഇതാണ് കൃഷ്ണനെ
ഒരു ചെറിയ ഒരു പോരായ്മ എന്ന് പറയുന്നില്ല, താൻ ജനിച്ചു വളർന്ന ഗോപുരം പൂർണ്ണമാണ്. ഒരിക്കലും തനിക്ക് ശേഷിച്ച വസ്തുതയില്ല എന്ന കലിയുടെ ധർമ്മത്തിലേക്ക് പ്രാപിച്ചു നിന്നുകൊണ്ട് അത് കുറെയെങ്കിലും കടത്തിവിട്ട് അങ്ങനെ കടത്തിവിടുന്ന ഒരു ശിക്ഷനെ കിട്ടും. ഇത് അർജുനന് ഇതെല്ലാം അറിയാം. അർജുനന് അതങ്ങ് കടന്നു പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? അർജുനന് അനവധി വരവലം കൊണ്ട് പ്രാപിച്ചു നിന്ന പല ആയുധ സ്വഭാവമുണ്ട്. ഇത് വെച്ച് വെച്ച് യുദ്ധം ചെയ്ത് പഠിച്ച ഒരു കർമ്മഗതിയുണ്ട്. ഇതിനെയും കൂടി മാറ്റം ചെയ്തിട്ട് താനും തന്റെ ഗുരുവുമായിട്ട് അണയാത്ത ഒരു ചുരുക്കമുണ്ട്. അത് അധികം പേർക്ക് മനസ്സിലായി. അപ്പൊ ആ ചുരുക്കത്തിൽ തനിക്ക് അങ്ങോട്ട് പോകാനും കഴിഞ്ഞില്ല. ഇത് ശ്രീകൃഷ്ണന് തന്നെ ഇവനെ ഒന്ന് നേരെയാക്കാനും കഴിഞ്ഞില്ല. എന്താണ് കാരണം? നമ്മുടെ ഈ മുൻഗാമികളായി കഴിഞ്ഞു വന്ന യുഗധർമ്മം അനുസരിച്ച് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരം കഴിഞ്ഞ ഈ 3 കാലങ്ങളുടെ ഏറ്റക്കുറച്ചിൽ എന്താണെന്ന് കണ്ടിട്ട് ഇത് തന്റേതായ ഒരു ശിഷ്യനെ കാണിക്കണം. അനേക ജന്മം കാണിച്ചുകൊണ്ട് കാര്യമില്ല. അത് പൊട്ടിച്ച് മൊത്തത്തിൽ തന്റെ ഗുരുവിലെത്തിക്കണം. അപ്പൊ താനും പൂർണ്ണമാണ്, ഗുരുവും പൂർണ്ണമാണ്. അപ്പോ അങ്ങനെ ഒരു ഗുരുശിക്ഷ ബന്ധത്തിനല്ലാതെ ഇത് പ്രാപിക്കാൻ കഴിയില്ല. അതാണ് ഗുരുവില്ലാതെ ഒന്നും തുടങ്ങല്ലേ എന്നൊരു വാക്ക് പറയുന്നത്. സദ്ഗുരുവേ ശരണം. ഞങ്ങൾ ഗുരുധർമ്മ സപ്തയാത്രയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ 2ാം ദിവസമായി ഇന്ന് ഉള്ളത് അരുവിപ്പുറത്താണ്. ഗുരുവിൻ്റെ പാദപത്മങ്ങൾ പതിഞ്ഞ മണ്ണാണിത്. ഗുരുവിൻ്റെ ബാല്യകാലത്ത് ദീർഘമായ 17 വർഷക്കാലം ശിവഗിരിയിലും അതിൻ്റെ ബ്രാഞ്ചാശ്രമങ്ങളിലുമായി സേവനം ചെയ്തിരുന്ന സമയത്ത് കുറച്ചധികം കാലം ഈ അരുവിപ്പുറത്ത് ഗുരു താമസിച്ചിട്ടുണ്ട്. ഇവിടെ ആരാധന ചെയ്യുകയും ഇവിടെ തങ്ങുകയും ചെയ്ത സമയത്താണ് ഗുരു ഇതിന് തൊട്ടടുത്തുള്ള മലയായ കൊടുത്തൂക്കുമല വ്രതമെടുത്ത് കയറി അതിന് മുകളിൽ പോയി ഗുരു ധ്യാനം ചെയ്തിട്ടുള്ളത്. അവിടെ വെച്ചാണ് ഗുരുവിന് ഒരു ആത്മീയ ദർശനം ലഭിക്കുന്നത്. അങ്ങനെ ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്ന ഓരോ വിശ്വാസിയും വന്ന് കണ്ട് അറിയേണ്ട സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ അരുവിപ്പുറവും ഇതിന് തൊട്ടടുത്തുള്ള കൊടുത്തൂക്കിമല. ഇവിടെയാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. ഈ അരുവിപ്പുറത്ത് വെച്ചാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന SNDP രൂപീകരിക്കുന്നതും അതിൻ്റെ ആദ്യ യോഗം നടക്കുന്നതും. ആത്മീയതയുടെ യാത്രയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അരുവിപ്പുറം. ഓരോ വിശ്വാസിയും ഓരോ ദൈവസ്നേഹിയും വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു സ്ഥലമാണ് അരുവിപ്പുറം. 1888 മാർച്ച് 11 ഞായറാഴ്ച രാവിലെ 3 മണി ചതയ നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠ നടന്നത്. അതായത് കൊല്ലവർഷം 1063 കുംഭമാസം 29-ാം തീയതി ശിവരാത്രി ദിവസമാണ് ഗുരു ഈ പ്രതിഷ്ഠ നടത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശങ്കരൻ കടവിലാണ്. ഇവിടെയാണ് നാരായണ ഗുരു മിനിറ്റുകളോളം മുങ്ങിയതിന് ശേഷമാണ് ശ്രീനാരായണ അഭയത്തിൽ നിന്നും ആ ശിവപ്രതിഷ്ഠയുടെ കല്ല് ഗുരു കൊണ്ടുവരുന്നത്. ആ കടവാണ്, ചരിത്രപ്രധാനമായ ആ കടവാണ് ഇത്.
സാന്ത്വന സ്വരൂപമേ നിർമായ രൂപ ആരൂപ സ്വരൂപമേ നിന്നിൽ ഞാൻ നിത്യം ലയിക്കുന്നു സാന്ദ്രമായി ഗുരു സ്വരൂപമേ നിർവികാര സ്വരൂപമേ സ്നേഹവാത്സല്യത്തിൻ സാന്ത്വന സ്വരൂപമേ ബ്രഹ്മമുഖരിത ഗുരുസ്വരൂപമേ കർമ്മനിർമ്മിത അചിന്ത്യസ്വരൂപമേ ബ്രഹ്മകൽപിത പ്രതിഭാസമേ നിന്നിൽ ഞാൻ നിത്യം ലയിക്കുന്നു സാന്ദ്രമായി ഗുരുസ്വരൂപമേ നിർവികാര സ്വരൂപമേ സ്നേഹവാത്സല്യത്തിൻ സാന്ത്വന സ്വരൂപമേ വിശ്വജ്ഞാനപ്രദായ സ്വരൂപമേ ത്യാഗത്തിൻ തുംഗമാം നൊമ്പരം ആത്മസുഹൃതമായി മാറ്റുന്ന ദിവ്യപ്രഭാവമേ നിന്നിൽ ഞാൻ നിത്യം ലയിക്കുന്നു സാന്ദ്രമായി ഗുരുസ്വരൂപമേ നിർവികാര സ്വരൂപമേ സ്നേഹവാത്സല്യത്തിൻ സാന്ത്വന സ്വരൂപമേ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിൽ സൂക്ഷ്മരൂപാരൂപസ്വരൂപമാ എങ്ങും വിളങ്ങുന്ന ആത്മപ്രഭാവമേ നിന്നിൽ ഞാൻ നിത്യം ലയിക്കുന്നു സാന്ദ്രമായി ഗുരുസ്വരൂപമേ നിർവികാര സ്വരൂപമേ സ്നേഹവാത്സല്യത്തിൻ സാന്ത്വന സ്വരൂപമേ സൂക്ഷ്മമാം വിജ്ഞാനകോശത്തിൽ സ്ഥൂലമായി ചിദ്ഘനാമൃതരൂപമായി പ്രകാശിക്കും ചൈതന്യമാത്ര നാമാത്മസ്വരൂപമേ നിന്നിൽ ഞാൻ നിത്യം ലയിക്കുന്നു സാന്ദ്രമായി ഗുരുസ്വരൂപമേ നിർവികാര സ്വരൂപമേ സ്നേഹവാത്സല്യത്തിൻ സാന്ത്വന സ്വരൂപമേ ലോഭമില്ലാതെ പകരുന്ന കാരുണ്യതീർത്ഥമായി വർദ്ധിക്കും ഭാസുര ചൈതന്യമേ എന്നുള്ളിൽ വളരുന്ന മഹിമാവാ നിന്നിൽ ഞാൻ നിത്യം ലയിക്കുന്നു സാന്ദ്രമായി ഗുരുസ്വരൂപമേ നിർവികാര സ്വരൂപമേ
സ്നേഹവാത്സല്യത്തിൻ സാന്ത്വന സ്വരൂപമേ. കോടി സൂര്യപദമതിൽ സ്ഥൂല സൂക്ഷ്മ പ്രകാശ പ്രഭാവമായി തീർന്ന നിസ്തുല ജ്യോതിസാ ഗുരുകുലരത്നമേ, നിന്നിൽ ഞാൻ നിത്യം ലയിക്കുന്നു സാന്ദ്രമായി. ഗുരുസ്വരൂപമേ, നിർവികാര സ്വരൂപമേ, സ്നേഹവാത്സല്യത്തിൻ സാന്ത്വന സ്വരൂപമേ.